ഇപ്പൊ പിന്നെ ഉത്സവങ്ങളുടെ സീസൺ ആയതുകൊണ്ട് വീട്ടിലിരുന്ന തീരെ ഇരിപ്പുറക്കില്ല. പിന്നെ സദ്യയും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. അങ്ങനെ നമ്മുടെ പെരിങ്ങാട് കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നപ്പോ അങ്ങോട്ടേക്ക് സദ്യ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഇവൊക്കെ കാര്യങ്ങൾക്കെല്ലാം ചേട്ടൻ 2 അടി ബാക്കോട്ടാണെങ്കിൽ ഞാൻ 4 അടി മുന്നോട്ടാണ് കേട്ടോ. ഞാൻ മാത്രമല്ല എന്റെ പൊന്നോമന പുത്രനും. എന്റെ പുറത്ത് കോല് വീഴുന്നിടത്തൊക്കെ ഞങ്ങൾക്ക് പോകണം. വരാൻ താല്പര്യമില്ലാത്തവരെയൊന്നും നമ്മൾ നിർബന്ധിക്കാറില്ല. ഞങ്ങൾ എന്തായാലും അവിടെ ഇറക്കി തന്നിട്ട് ചേട്ടൻ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. എന്നിട്ട് മുണി കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. എന്തായാലും നമ്മൾ എത്തിയത് കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ. അതെ വരവൊക്കെ അമ്പലത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. അങ്ങനെ ചേട്ടനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു നമ്മൾ നേരെ വരവിന്റെ ബേക്കിൽ വിട്ടു. ഇതാണ് എന്റെ ഫ്രണ്ട് അദീന. ആള് പുതിയ സെറ്റും മുണ്ടും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്രാവശ്യം അമ്പല കമ്മിറ്റിയിൽ അംഗമൊക്കെ ആയതുകൊണ്ട് അതിന്റെ ഒരു ഫോം ആക്കലും കൂടി ഉണ്ടായിരുന്നു. ഈശ്വര ഈ വീഡിയോ അവള് കാണല്ലേ. എല്ലാവരും ഇത് സെയിം കളർ ബ്ലൗസും സെറ്റ് മുണ്ടും സെറ്റ് സാരി കൊടുത്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ചെറിയൊരു ഡിസ്കംഫർട്ട് ആൻഡ് കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് കയറിയില്ല. കുറച്ചു നേരം അവിടെ നിന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് കണ്ടു പോയത്. നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് പോയതുകൊണ്ട് വരിയുടെ ഒരു ഫ്രണ്ട് ഭാഗത്തന്നെ നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1 മണിയാകുമ്പോഴത്തേക്കും വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇവിടുത്തെ സത്യന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല, അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3-3.5 കൊല്ലം നമ്മൾ ഇവിടെയാണ് കേട്ടോ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് മാറിയത് കേട്ടോ. അതായത് ഇപ്രാവശ്യം വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ഇതാ നമ്മുടെ ചേച്ചിമാരെല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ വിളമ്പുന്നുണ്ട് കേട്ടോ. പച്ചടി, അച്ചാറ്, കൊണ്ടാട്ടമുളക്, പിന്നെ ഇതാ മസാലക്കറി. അതിനെ കയ്യില് അവിയലാണ് കേട്ടോ. അതിനെയും ആ അവിയലും ആ. പിന്നെ നമ്മളിവിടെ കുറെ കാലം താമസിച്ചതുകൊണ്ട് ഏകദേശം എല്ലാവർക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം കേട്ടോ. പിന്നുണ്ടല്ലോ നമ്മുടെ അവിടെ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് സാമ്പാർ കൂടാണ്ട് ഒരു കൈപ്പക്കയും മാങ്ങയും ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറി ഇട്ടു. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ആ കറി നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. അങ്ങനെ അവസാനം പപ്പടവും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ നേരെ കഴിക്കാനിരുന്നു കേട്ടോ. കഴിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിറയെ കസേരയും പന്തലൊക്കെ കെട്ടിട്ട് നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇരുന്നേം കൊണ്ട് കുറച്ച് വേഗം കഴിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല പൊരി വെയിലും കൊണ്ട് ആൾക്കാർ വരി നിൽക്കുന്നുണ്ടായിരുന്നേ. വേഗം കഴിച്ച് എണീറ്റാലേ അവർക്കും കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇതാ കണ്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പന്തൽ ഇവിടെ ആയിരുന്നില്ല കേട്ടോ, കുറച്ച് മുകളിലേക്കായിട്ടായിരുന്നു. ഇപ്രാവശ്യം എന്താണ് അവ താഴേക്കാക്കിയത് അറിയില്ല. അങ്ങനെ ഇതാ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പായസം വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 പ്രാവശ്യം വാങ്ങി, മോനും 3 പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. തകണ്ട ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ. പക്ഷെ അവൻ ചോറ് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അവന്റെ ചോറ് മുഴുവൻ ഞാനാണ് കഴിച്ചത്. പായസമാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. വലിയ പ്ലേറ്റിൽ ഒഴിച്ച് തന്നോട് നമുക്ക് നല്ല സുഖം കേട്ടോ. കോരി ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര കാലമായിട്ട് എന്റെ മോൻ ഇങ്ങനെ പായസം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെത് കഴിഞ്ഞിട്ട് എന്റെ പ്ലേറ്റൊന്നും കൈയിട്ട് വാരി കഴിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിത് നടക്കാണ് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നടന്ന് അംഗനവാടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാ മോന് ഈ അംഗനവാടിയിലാണ് കേട്ടോ പഠിച്ചത്. ആദ്യമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, നല്ല ഷോക്കായിരുന്നു. ഇപ്പൊ അത് അംഗനവാടിയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അംഗനവാടി എത്തിയപ്പോഴാണ് അയ്യോ ഐസ്ക്രീം കഴിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ഈ ഐസ്ക്രീമിന്റെ പിറകിൽ ഒരു വലിയ കഥയുണ്ട് കേട്ടോ. ഐസ്ക്രീം വാങ്ങി തരാൻ പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഓയിൽ മില്ലിന് വാങ്ങാം, ബീച്ചിൽ നിന്ന് വാങ്ങാം, അവിടുന്ന് വാങ്ങാം, ഇവിടുന്ന് വാങ്ങാം. പഴയ ഞാൻ പറഞ്ഞു ഇന്ന് ഹർത്താലാണ്, കടയൊന്നും ഉണ്ടാവൂല. ഒരു മെല്ലെ ഞങ്ങൾക്ക് 2 ഐസ്ക്രീം വാങ്ങി തരാതെ ചതിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ചതി അത് നമ്മളെ കൊണ്ട് ഒരിക്കലും പൊറുക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, നേരെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് വന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയത്. നമ്മളോടാ കളി, കൊക്ക് എത്ര കുളം കണ്ടതാ.